നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വേലയും കൂലിയില്ലാതെ ഒറ്റ ഇരിപ്പല്ലേ, ശരീരമൊക്കെ ഒന്ന് അനങ്ങട്ടെ. ഇല്ലെങ്കി പിത്തം പിടിച്ചു ഊതിപ്പോകും. അവൻ വലയടിക്കട്ടെ, നമുക്ക് സുമലതയെ പോയി കാണാം. വാ മോളെ. ഇന്ന ഏട്ടാ വലയടിച്ച പിടിക്കേ കൊച്ചു കള്ളൻ. അയ്യേ അമ്മേ മോളെ, നിന്നെ ഇങ്ങോട്ട് കാണുന്നില്ലല്ലോന്ന് ഓർത്തിരിക്കായിരുന്നു ഞാൻ. അല്ലെങ്കിലും മോക്കിപ്പോ അച്ഛനമ്മമാരെ കാണാൻ വലിയ താല്പര്യമൊന്നും ഇല്ലല്ലോ. മാധവന്റെ വീട്ടുകാർ ഓരോന്ന് പറഞ്ഞ അവളെ പാട്ടിലാക്കിയിരിക്കല്ലേ. അച്ഛൻ എന്തായി പറയുന്നത്? എന്റെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ദൂഷ്യം പറിച്ചല് മതിയാക്കാറായില്ലേ ഇതുവരെ? എന്നെ പാട്ടിലാക്കാൻ വേണ്ടി അവിടെ ആരും ഒന്നും പറയുന്നില്ല. കണ്ടില്ലേ സംബന്ധ വീട്ടുകാരെ പറഞ്ഞപ്പോ അവളുടെ ഒരു നീരസം. അവര് നിന്നെ വല്ലാതെ വശപ്പെടുത്തി കഴിഞ്ഞു. അതിന്റെ ലക്ഷണമായി ഇതൊക്കെ. എന്നാലും ഞാൻ പറയാനുള്ളത് പറയും. ഒരു പുതിയ സംബന്ധക്കാരൻ വന്നിട്ടുണ്ടല്ലോ, കോടീശ്വരനായ ഒരു വിക്രം. അവനും ലക്ഷണം കെട്ടവനാടി. മുഹൂർത്ത സമയത്ത് താലി കെട്ടാതെ ബിസിനസ് ഉണ്ടാക്കാനാണെന്ന് പറഞ്ഞ് ചാടി പൊയ്ക്കളഞ്ഞല്ലേ. എന്നിട്ടും മുഹൂർത്തം കഴിഞ്ഞിട്ടല്ലേ വന്ന് താലി കെട്ടിയത്. ഇവനൊക്കെ എങ്ങനെ ഗുണം പിടിക്കൂടി? അമ്മയ്ക്കൊന്നും മിണ്ടാതിരുന്നൂടെ? 1-2 രൂപയ്ക്കല്ല, കോടികളുടെ ബിസിനസ് ഏർപ്പാടാ ആ വിക്രമിന്. ചെല്ലേണ്ട കാര്യത്തിന് ചെല്ലാതിരുന്നാലേ ചിലപ്പോ എത്ര കോടികളാ വെള്ളത്തിലാവുന്നതെന്ന് അറിയാവോ? അതുകൊണ്ടായിരിക്കാം വിക്രം എഴുന്നേറ്റ് പോയത്. തിരിച്ചു വന്നിട്ട് അവിടെ കൂടിയിരുന്നവരോടെല്ലാം വിക്രം മാപ്പ് പറഞ്ഞില്ലേ? ആ മാന്യതയും നല്ല മനസ്സും മാത്രം മതി ആ മാധവേട്ടന്റെ കുടുംബത്തിന് ഗുണം പിടിക്കാൻ. അതെ മതി. നിങ്ങൾ അമ്മായും മരുമോളും കൂടെ കണകുണാന്ന് പറഞ്ഞോണ്ടിരിക്കാതെ ആ കൊച്ചിന് എന്തെങ്കിലും കഴിക്കാനുണ്ടായി കൊടുക്കാൻ നോക്ക്. അച്ഛാ നിക്ക്, എനിക്ക് അമ്മയോടും അച്ഛനോടും ഒരു വിശേഷം പറയാനുണ്ട്. അപ്പോ എന്നോടില്ലേ മോളെ? അച്ഛമ്മയോടും ഉണ്ട്. എന്താ മോളെ? ഞാനൊരു അമ്മയാവാൻ പോകുന്നു. അയ്യോ, മോളെ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.